പക്ഷേ ഇത് വളരെ ആസൂത്രിതമായ ഒരു സംഭവമാണ് കൊയിലാണ്ടി കോളേജിൽ നടന്നത് എന്ന് SFIയുടെ പ്രതിനിധി തന്നെ പറയാതെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ഇന്നലെ മെനിഞ്ഞാന്ന് അല്ലെങ്കിൽ 1-ാം തീയതി നടന്നതായ ഒരു സംഭവം എന്നതിനേക്കാൾ അപ്പുറമായി ഇത് കുറേ നാളുകളായി ആ കോളേജിൽ ഈ തരത്തിലുള്ള ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ പലതരത്തിലുള്ള ആശയപരമായും അല്ലാതെയുമുള്ള സംഘട്ടനം നടക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പലും സ്റ്റാഫ് സെക്രട്ടറിയും RSSുമായിട്ടോ അല്ലെങ്കിൽ BJPയുമായിട്ടോ ബന്ധമുള്ള ആളുകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യം, സാധാരണയായി നമ്മുടെ ഈ കോളേജുകളിൽ സംഘർഷം ഉണ്ടാകുന്നത് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നത്. ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. അധ്യാപകരെ കയ്യേറ്റം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി മാറി നിൽക്കുന്നു എന്ന കാര്യം നാം കാണേണ്ടതായിട്ടുണ്ട്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിടെ ആ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല അവിടെ ഈ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവാദം ആരംഭിക്കുന്നത്. അഭിലാഷ് പറഞ്ഞല്ലോ എന്താണ് ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രസക്തിയെന്ന്. ഞാൻ നിരന്തരമായി അഡ്മിഷൻ പ്രക്രിയയിൽ കേരളത്തിലെ പല കോളേജുകളിലും പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള നിയമപരിരക്ഷയും സർക്കാരിൻ്റെ കാര്യത്തിലാകട്ടെ സർവകലാശാലകളുടെ കാര്യത്തിലാകട്ടെ യാതൊരു നിയമപരിരക്ഷയും ഉള്ള ഒരു സംവിധാനമല്ല ഈ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹെൽപ്പ് ഡെസ്കിൽ നടക്കുന്നതെന്നുള്ളവരുടെ അഭിലാഷം മനസ്സിലാക്കണം. അവിടെ വരുന്ന കുട്ടികളുടെ പേരും ടെലിഫോൺ നമ്പറും എഴുതി വാങ്ങിക്കുക എന്നതിനപ്പുറമായി യാതൊരു തരത്തിലുള്ള സേവനവും അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതിനവർ പ്രാപ്തരുമല്ല. ഒരു കാര്യം കൂടെ കാണേണ്ടതായിട്ടുള്ള, ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നതിൻ്റെ ന്യായീകരണം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഈ 1-ാം വർഷ 4 വർഷ ബിരുദ കോഴ്സിലേക്ക് കുട്ടികൾ വന്ന് പ്രവേശിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കെല്ലാം കോമൺ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി സർവകലാശാലകൾ അഡ്മിഷൻ കൊടുത്ത കുട്ടികളാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ അഡ്മിഷനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അവിടുത്തെ പ്രിൻസിപ്പലിനാകട്ടെ അവിടുത്തെ സ്റ്റാഫിനാകട്ടെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. അവർ ആകെ ചെയ്യേണ്ട കാര്യം ഈ കുട്ടികളോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഈ അഡ്മിഷൻ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നതായ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അഡ്മിഷൻ കൊടുക്കുക എന്നതിനപ്പുറമായി അവിടെ അധ്യാപകർക്കാകട്ടെ പ്രിൻസിപ്പലിനാകട്ടെ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഹെൽപ്പ് ഡെസ്ക് എന്നും പറഞ്ഞ് ഒരെണ്ണം സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ വളരെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അത് KSU സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് SFI സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കോളേജുകളിൽ നിയമപരമായ സംരക്ഷണമില്ലാത്ത ഒരു സംവിധാനമാണ് ഇതെന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ അവകാശപ്പെടട്ടെ, ഞങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാൻ ഞങ്ങളെ സർവകലാശാല നിയമം അനുവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ സർക്കാർ അനുവദിക്കുന്നുണ്ട് എന്നവർ നിയമപരമായി അവർ സ്ഥാപിച്ചെടുക്കട്ടെ. അത് ഇന്ന് വരെ ഒരു കോളേജിലും സ്ഥാപിച്ചെടുത്തിട്ടില്ല. അഭിലാഷേ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ഈ പറഞ്ഞ ഈ കൊയിലാണ്ടി കോളേജിൽ നടന്നത്. അധ്യാപകരെ മുൻകൂട്ടി തന്നെ ചാപ്പ കുത്തിയിട്ട് അവർ RSSകാരാണ് BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശാരീരികമായി ആക്രമിച്ച് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ കൊലവിളി നടത്തത്തക്ക രീതിയിലുള്ള ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെ ശക്തിപ്പെടുത്തുന്നതായ ശക്തികൾ പുറത്തുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നതാണ് അടിയന്തരമായിട്ടുള്ള ഇപ്പോഴത്തെ ആവശ്യം. തീർച്ചയായും. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ ഹെൽപ്പ് ഡെസ്ക് എന്തിന് എന്നൊരു ചോദ്യം ഹെൽപ്പ് ഡെസ്ക് നടത്തുന്ന ആളുകൾക്ക് തന്നെ ഇല്ല. സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആണ്. ഏതൊക്കെ രേഖകളാണ് കൊണ്ടുവരേണ്ടതെന്ന് മുൻകൂട്ടി വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട്. ആ രേഖകളുമായി അവർ അവിടെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തുക, ആ ഫയലിൽ ആ രേഖകളൊക്കെ സൂക്ഷിക്കുക തുടങ്ങിയ സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമേ അഡ്മിഷൻ പ്രൊസീജിയറിൽ ബാക്കിയുള്ളൂ എന്നിരിക്കെ അവിടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അവസാന നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടന്ന് ഓടേണ്ട, അഡ്മിഷൻ നഷ്ടപ്പെടുന്ന യാതൊരു സാഹചര്യവും ഇല്ല എന്നിരിക്കെ എന്തിനാണ് ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത് SFI വിശദീകരിക്കുമായിരിക്കും. എന്തായാലും അവിടെ ഹെൽപ്പ് ഡെസ്ക് നടത്തിയ നേതാക്കളോട് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ഉത്തരവുണ്ടായിരുന്നില്ല.